പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. ഞാൻ കോട്ടയം ജില്ലയിലെ കുര്യനാട് എന്ന ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് നിഷ. ഞാൻ 2022 3/5/2022 ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത അന്ന് തൊട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ എനിക്ക് തന്നു. ഉടമ്പടി എടുക്കുന്നതിലും മുമ്പ് തന്നെ 2019 ഞാൻ അച്ഛൻ്റെ ടോക്കുകൾ സ്ഥിരമായി കേൾക്കാറുണ്ടായിരുന്നു. ഞാൻ പരിശുദ്ധ അമ്മയുടെ പൂർണ്ണ ഒരു വിശ്വാസിയാണ്. ഞാൻ ഒരു ഹൈന്ദവ വിശ്വാസിയാണ്. എന്നാലും ഞാൻ ഒത്തിരി പ്രാവശ്യം യൂട്യൂബിലൂടെ അമ്മയുടെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കുകളും കേൾക്കാറുണ്ടായിരുന്നു. ആദ്യമായി കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് ജൂൺ 10 ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്കൊരു ചെറിയ ബേക്കറിയാണ്. ആ കടയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ആ കടയിൽ ഉണ്ടായിരുന്നില്ല. ഞാനൊരു പാർലറിൽ വർക്ക് ചെയ്യുകയാണ്. ഞാൻ കുറവലങ്ങാട് എന്ന് പെട്ടെന്ന് കടയിലേക്ക് വരികയുണ്ടായി. അന്നേരം ഞാൻ വന്ന് കടയിലിരിക്കുന്ന സമയത്ത് ഒരു വണ്ടി ഞങ്ങളുടെ കടയുടെ മുമ്പിൽ നിർത്തിയിട്ടപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ആരാന്ന് നോക്കി. അന്നേരം ആ വണ്ടിയിൽ നിന്ന് ഒരു അമ്മയും അച്ഛനും വളരെ വിഷമത്തോടു കൂടി ഇറങ്ങി ഞങ്ങളുടെ കടയിലേക്ക് കയറി വന്നു. എന്നിട്ട് ആ അച്ഛൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരികയുണ്ടായി. എന്നിട്ട് ചോദിച്ചു, ഈ ഫോട്ടോയിൽ കാണുന്ന പയ്യൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോയെന്ന്. ഞാൻ നോക്കിയപ്പോൾ ഞങ്ങൾ കണ്ടുപരിചയമൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് ഞങ്ങളുടെ ഹസ്ബൻഡും വന്നു. ആ വഴിക്ക് ആൾ വന്ന് കട നോക്കിയപ്പോൾ പറഞ്ഞു, രാവിലെ ഈ കടയിലേക്ക് വന്നതായിട്ട് ഓർക്കണുണ്ട് ഇങ്ങനെ ഒരു മുഖം, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ പയ്യൻ MBAക്ക് തോറ്റതിന് തിരുവനന്തപുരത്തുള്ളതാണ്. MBAക്ക് തോറ്റത് മുഖേന ഇവൻ വീട് വിട്ട് ഇറങ്ങിപ്പോയി. അന്നേരം അതിനെ ചൊല്ലി വിഷമത്തിലാണ്. അതും ഒരു ഹിന്ദു സഹോദരിയാണ്. ഞാൻ ആ ചേച്ചിയുടെ മുഖത്ത് നോക്കിയപ്പോൾ വളരെ വിഷമത്തിലാണ് ആ ചേച്ചി കരഞ്ഞു നിൽക്കുന്നത്. എനിക്ക് പോണ സമയമായി. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ കടയിലേക്ക് എന്നാൽ പോവാന്ന് പറഞ്ഞു ഞാൻ തിരിഞ്ഞു പോന്ന് ഓട്ടോയിൽ കയറാൻ നോക്കിയ സമയത്ത് എനിക്ക് അതിൻ്റെ മുഖം പിന്നെയും മനസ്സിൽ ആ ചേച്ചിയുടെ മുഖം വന്നു. ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി ഇത് കൃപാസനം എന്ന പള്ളിയിലെ പത്രമാണ്. ചേച്ചി വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ചേച്ചിയുടെ മകനെ ഈ അമ്മ കാണിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞു. ചേച്ചി എൻ്റെ ഫോൺ നമ്പർ അന്നേരം തന്നെ വാങ്ങി വെച്ചു. എന്നിട്ട് വീട്ടിലേക്ക് പോയി. എന്നും ഈ ചേച്ചി എന്നെ ഫോൺ വിളിക്കാറുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, നിഷ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളുടെ മകൻ എവിടെയാണെന്ന് ഇതുവരെ ഒരു അറിവും കിട്ടിയിട്ടില്ല എന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞു. ചേച്ചി വിശ്വസിച്ച് വിളിക്ക് ചേച്ചി, കാരണം എനിക്ക് വിശ്വസിച്ച് വിളിക്കാൻ ചേച്ചിയോട് പറഞ്ഞു എന്ന് പറഞ്ഞാലും ഞാൻ ഈ സാക്ഷ്യങ്ങൾ കേൾക്കണ അറിവുകളും പ്രാർത്ഥന ഞാൻ കണ്ടിന്യൂസ് ആയി കേൾക്കണ ഒരു ഇതാണ് എനിക്ക് വന്നിട്ടുള്ളൂ. എന്നാലും ഞാൻ ചേച്ചിയോട് എനിക്കൊരു അനുഭവം എന്ന് പറയാൻ അന്നേരം ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഞാൻ ചേച്ചിയോട് പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു, ചേച്ചി വിശ്വസിച്ച് പ്രാർത്ഥിക്ക്, കൃപാസന മാതാവ് മോനെ എവിടെയാണെന്ന് വിചാരിച്ചാൽ കാണിച്ചു തരുന്നു. അങ്ങനെ ചേച്ചി എല്ലാ ദിവസങ്ങളും എന്നെ വിളിക്കും. ഞാൻ ചേച്ചിയോട് സംസാരിക്കും. ചേച്ചി എന്നും കരഞ്ഞ് എന്നോട് പറയും, നിഷ ഇതുവരെ അവനെക്കുറിച്ച് ഒരു വിവരം കിട്ടിയില്ല മോളെ. ഞാൻ പറയും, പ്രാർത്ഥിക്കുമ്പോൾ ആശ്വാസമില്ലേ. അങ്ങനെ പറഞ്ഞ് ഞാൻ ചേച്ചീനെ സമാധാനിപ്പിക്കും. ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചു, പിന്നീട് ആ പയ്യനെ അവിടെ കണ്ടോ എന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എടി നിഷ ആ പയ്യനെ ഞാൻ കണ്ടു, പക്ഷേ അത് ആ കൊച്ചല്ല, ഒരു തമിഴ് കൊച്ചാണ്, അതുകൊണ്ട് ഇനി എന്നാ ചെയ്യും. ഞാൻ പറഞ്ഞു, തമിഴ് കൊച്ചാന്നൊന്നും പറയണ്ട, അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ആ കൊച്ചിനെ കണ്ടു കിട്ടും. അപ്പോൾ ഹസ്ബൻഡും എന്നോട് പറഞ്ഞു, എന്തിനാ നീ ആവശ്യമില്ലാണ്ട് നിനക്ക് വിശ്വസിച്ചാൽ പോരെ, മറ്റുള്ളവരോട് എപ്പോഴും പറയാൻ നിൽക്കുന്നത് എന്തിനാന്ന് ആളും ചോദിച്ചു എന്നോട്. പക്ഷേ എനിക്ക് ഉറച്ച തീരുമാനത്തോടു കൂടി ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞുകൊണ്ടിരുന്നു, മകനെ കിട്ടുന്നു. അങ്ങനെ ജൂൺ കഴിഞ്ഞു, ജൂലൈ കഴിഞ്ഞു, ഓഗസ്റ്റ് ആയിട്ട് ആ മകനെ കുറിച്ച് വിവരമില്ലാതായപ്പോൾ ഞാൻ ഓഗസ്റ്റ് 4 ആയപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇനി എത്രയും പെട്ടെന്ന് ആ പള്ളിയിലേക്കൊന്ന് നിങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചതല്ല, അതെവിടെയാ സ്ഥലം. ഞാൻ പറഞ്ഞു, അവർ ട്രിവാൻഡ്രത്താണ്. ഞാൻ പറഞ്ഞു, ആലപ്പുഴയാണ്. ഞങ്ങളുടെ മോനെ കിട്ടാൻ എവിടെ വേണമെങ്കിലും ഞാൻ പൊക്കോളാം. അങ്ങനെ പറഞ്ഞ് അവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ തിരക്ക് മൂലം ഞാൻ പറഞ്ഞു അവരോട്, അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ പറയും മോൻ എവിടെയെങ്കിലും ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ. പക്ഷെ അവർക്ക് അന്ന് അച്ഛനെ കാണാനൊന്നും സാധിച്ചില്ല. ഇവിടെ തന്നെ വന്ന് അവർ പെട്ടെന്ന് തന്നെ വന്ന്
ഞാൻ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, എന്ത് ചെയ്യണം നിഷേ? ഞാൻ പറഞ്ഞു, സിൽവർ കളറിട്ട മാതാവിനെ കാണാനുണ്ടോ ചേച്ചിക്ക്? അപ്പോൾ എന്നോട് പറഞ്ഞു, സ്റ്റേജിൻ്റെ സൈഡിലത്തെ മാതാവിനെ ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു, അവിടെ മുട്ടുകുത്തി നിന്ന് വളരെ വിഷമത്തോടു കൂടി പ്രാർത്ഥിക്കി. 3 മാസമായിട്ടും കിട്ടിയില്ലല്ലോ, ഞങ്ങൾക്ക് ആ മകനെ എത്രയും പെട്ടെന്ന് കണ്ടു കിട്ടണേന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ചേച്ചി പ്രാർത്ഥിച്ച് ഇറങ്ങി വന്നു. കിട്ടുമോ നിഷ? ഞാൻ പറഞ്ഞു, കണ്ടു കിട്ടും. അങ്ങനെ എനിക്കും മനസ്സിലൊരു പ്രയാസമായതുകൊണ്ട് ഞാൻ ഓഗസ്റ്റ് 1 തന്നെ ഞാൻ ഒരു ഡേറ്റ് ഇട്ടു. ഓഗസ്റ്റ് 8 ആകുമ്പോഴേക്കും ആ മകനെ കണ്ടു കിട്ടണേ അമ്മേ, എന്നെ നാണം കെടുത്തരുത്. എൻ്റെ കാര്യം നടന്നില്ലെങ്കിലും അമ്മ ആ മകനെ അവർക്ക് കാണിച്ചു കൊടുക്കണം. എനിക്ക് അത്രയും അവരെ ഞാൻ വിശ്വസിപ്പിച്ചു പോയി അമ്മയെക്കുറിച്ച് എന്ന് പറഞ്ഞു. ഓഗസ്റ്റ് 8 ആയപ്പോഴേക്കും എനിക്ക് വളരെ വിഷമത്തോടു കൂടി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ നിൽക്കണ കടയിൽ ഞാൻ കട അടച്ച് പോരാൻ നേരത്ത് പറഞ്ഞു, ഞാൻ ഡേറ്റ് ഓഗസ്റ്റ് 8 ഇട്ടോക്കണേ, നിങ്ങളും പ്രാർത്ഥിച്ചേക്കണം, എന്നെ നാണം കെടുത്തരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവരും പറഞ്ഞു ചിരിച്ചു, നിഷ അത്രയും പ്രാർത്ഥിക്കണതല്ല, കണ്ടു കിട്ടും. അങ്ങനെ 8 വൈകുന്നേരം ആയപ്പോൾ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് പ്രതിഷ്ഠീകരണ പ്രാർത്ഥന പച്ചത്തിരി വെച്ച് പ്രാർത്ഥിക്കൽ കഴിഞ്ഞ് ഞാൻ ആ ചേച്ചിയെ വിളിച്ചു. ചേച്ചിയോട് ഞാൻ പറഞ്ഞു, മകനെ കിട്ടും, ഇന്ന് തന്നെ അവൻ എവിടെയെങ്കിലും ഉണ്ടെന്നുള്ള ഒരറിയിപ്പോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും അവനെക്കുറിച്ച് എവിടെയോ കറങ്ങി നടക്കുന്നുണ്ടെന്നുള്ള ഒരറിയിപ്പോ എന്തെങ്കിലും അവനെക്കുറിച്ച് കിട്ടും, അല്ലെങ്കിൽ ഒരു പക്ഷെ അവൻ വാതിൽ തുറന്ന് കയറി വരും അമ്മയെന്ന് വിളിച്ച്. അന്നേരം ആ ചേച്ചി പൊട്ടി കരഞ്ഞു പറഞ്ഞു, ഞങ്ങൾക്ക് ഏക മകനാണ്, വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായതാ, നിഷയുടെ ഈ നാക്ക് പൊന്നാവട്ടെ, അവനൊരു അപകടം പറ്റാണ്ട് എവിടെയെങ്കിലും ഉണ്ടെന്ന് ആയാലും അറിഞ്ഞാൽ മതി നിഷ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10 മണിയായപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ടെൻഷൻ നടന്ന് ഓഗസ്റ്റ് 8 ഞാൻ ഡേറ്റ് ഇട്ട് എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ അമ്മ എന്നെ കൈവിടല്ല എൻ്റെ പരിശുദ്ധ അമ്മയെന്ന് പറഞ്ഞു ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു 10:30 ആയപ്പോൾ ഞങ്ങൾ കിടക്കൽ കഴിഞ്ഞു. ഒരു 10:45 ആയപ്പോൾ ആ മകൻ ലുലുമാളിൽ വെച്ച് SI കണ്ടു കിട്ടിയെന്ന് പറഞ്ഞ് സാക്ഷി പറയുകയുണ്ടായി. ആ ചേച്ചി കരഞ്ഞു വിളിച്ചു പറയുക, നിഷ എൻ്റെ മകനെ കണ്ടു കിട്ടി, നിഷ ഒത്തിരി അനുഗ്രഹമുണ്ട്. അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എന്നെ അല്ല അനുഗ്രഹിക്കേണ്ടത്, മാതാവിനെയാണ്, കൃപാസന മാതാവാണ് ആ മകനെ അമ്മയ്ക്ക് ചേച്ചിക്ക് കാണിച്ചു തന്നത്. അതുകൊണ്ട് ചേച്ചി എത്രയും പെട്ടെന്ന് ആ പുണ്യഭൂമിയിൽ പോയി സാക്ഷ്യപ്പെടുത്താൻ പറഞ്ഞു. അങ്ങനെ അവർ പിറ്റേ ദിവസം തന്നെ വന്ന് സാക്ഷ്യപ്പെടുത്തി. അവർക്ക് വളരെയേറെ ആ കുടുംബത്തിന് സന്തോഷമായി. പിന്നെ രണ്ടാമത് 40 വർഷമായിട്ട് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു വഴി ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒത്തിരി വളരെ വിഷമിച്ചാണ്. ഞങ്ങൾക്ക് നടവഴി ആയിട്ട് ഇപ്പറേ ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ ഒരു ബൈക്ക് പോലോ സൈക്കിൾ പോലോ കയറാൻ പറ്റാത്ത ഒരു വഴിയായിരുന്നു. ഞങ്ങൾ വിഷമിച്ചു. ചേട്ടൻ പോവാത്ത സ്ഥലങ്ങളില്ല. പ്രാർത്ഥന, ഞങ്ങൾ ഹിന്ദു ആണല്ലോ, ഹിന്ദു ആചാരപ്രകാരം ഞങ്ങൾ വഴിക്ക് വേണ്ടി എവിടെ ആയാലും ഞങ്ങൾ പോവും. ജോത്സൻ്റെ അടുത്തായാലും വഴി കിട്ടും, അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, ഇത് ജീവനുള്ള ദൈവമായ പരിശുദ്ധ അമ്മ ഇടപെടണം, അമ്മയുടെ മകൻ ഇടപെട്ടാലേ നമുക്ക് വഴി കിട്ടുള്ളൂ ചേട്ടാന്ന് ഞാൻ പറയുകയുണ്ടായി. അന്നേരം ചേട്ടൻ പറഞ്ഞു, എന്നാൽ ഞാൻ 2020 തൊട്ട് 19 തൊട്ട് വിശ്വാസം ഉണ്ടെങ്കിലും എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് ചേട്ടൻ വരും എൻ്റെ കൂടെ, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോവും. പക്ഷെ ഉടമ്പടി എടുക്കുമ്പോൾ ഒത്തിരി ആചാരങ്ങളും കാര്യങ്ങളും ഉള്ളത് അത് നിനക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു വരും. അങ്ങനെ ഞാൻ 22 വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് വഴി കിട്ടും. അങ്ങനെ ഈ ആദ്യത്തെ അനുഗ്രഹം ഈ മകനെ കണ്ടു കിട്ടുക എന്നുള്ളതാണ്. ഉടമ്പടി എടുത്ത് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് കയറിപ്പോയി. അന്ന് തൊട്ട് തന്നെ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരോ കാര്യങ്ങളായിട്ട് ഇടപെടാൻ തുടങ്ങി. ഒത്തിരി പറഞ്ഞാൽ തീരാത്ത അത്ര ഇടപെടലുകളിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരേ കാന്തം വന്ന് വെക്കുന്നത് പോലെയാണ് പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കുടുംബത്തിൽ ഇടപെട്ടത്. അമ്മേനെ പറ്റി ഒരു വാക്ക് പോലും പറയാത്ത ദിവസങ്ങൾ എനിക്കില്ല. പാർലറിൽ വരുന്നോടായാലും ആരോടായാലും. അന്ന് ചേട്ടൻ 3 മാസം ഉടമ്പടി എടുത്തു, പുതുക്കി, അത് നടന്നില്ല. പിന്നെ 3-ാമത്തെ മാസം ഞാൻ വന്നു, ഓഗസ്റ്റിൽ വീണ്ടും പുതുക്കി. സെപ്റ്റംബർ ഒക്ടോബർ ആയപ്പോൾ 2ാമത് പുതുക്കാൻ നിൽക്കണ നേരത്തെ ഞാൻ ചോദിച്ചു, എന്താ അമ്മേ കൈവിടണേ, ഞങ്ങളെ വഴി തരുന്നില്ലേ? എനിക്ക് എൻ്റെ ഭർത്താവിനെ വിശ്വസിപ്പിച്ച് എനിക്ക് ഈ ഉടമ്പടി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ വീട്ടിൽ നിന്ന് വിടണം, അതിനെന്താ ഒരു വഴിയെന്ന് ഞാൻ അമ്മോട് ചോദിച്ചു. അന്നേരം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഓണറുടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ആ ആൻറ്റി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 8-9 പ്രാവശ്യം പുതുക്കിയതാണ്. ലിസമ്മ എന്നാണ് പേര്. ആൻറ്റി എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു എന്നാ ചെയ്യണ്ടേന്ന് ചോദിച്ചപ്പോൾ പച്ചത്തിരിയും നീലത്തിരിയും വഴി എന്ന് നിഷയ്ക്ക് ആവശ്യപ്പെടുന്ന വഴിയിൽ കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ വൈകുന്നേരമായപ്പോൾ ആ വിറ്റ സ്ഥലമാണ് അവിടെ വാടകക്കാരും താമസിക്കുന്നുണ്ട്. അവിടെ ഒരു കിണറിൻ്റെ പഴുതിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു.
പ്രതിഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉപ്പ് വെതറി കൃപാസന ലോക്കറ്റ്, ഒരു സാധാ ഇവിടെ നിന്ന് കൊണ്ടുവന്ന വെഞ്ചരിച്ച ഒരു ലോക്കറ്റ് ഞാൻ കുഴിച്ചിട്ടു. പരിശുദ്ധ അമ്മ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇവിടെ തന്നെ വഴി തരണേ അമ്മ മാതാവേ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ 3 ദിവസം പ്രാർത്ഥിച്ചു. 4ാമത്തെ ദിവസം ഞാൻ കടയിലിരിക്കണ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറയുകയാണ്, നിഷേ നമ്മുടെ ചേട്ടൻ ഈ സ്ഥലം വാങ്ങാൻ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് പറയുന്നു. ഇനി മാതാവ് ഇടപെട്ടതാണോ നാളെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാതാവ് ഇടപെട്ടതാവും, അല്ലാണ്ട് ഇങ്ങനെ ചേട്ടൻ ഒത്തിരി വർഷങ്ങളായിട്ട് നടക്കണതായി. 40 വർഷം ആ വഴിയെ കൂടെ നടന്നതാണ്. വിറ്റിട്ടു ഇപ്പോൾ 3-4 വർഷമായി. അപ്പോഴൊന്നും ചേട്ടൻ ആ വഴി വാങ്ങണമെന്നോ ആ സ്ഥലം വാങ്ങണമെന്നോ ഒന്നും വിചാരിച്ചിട്ടില്ല. ചേട്ടന് അതിൻ്റെ ആവശ്യമില്ല. ചേട്ടന് 2 ഏക്കർ സ്ഥലം കുര്യനാടുണ്ട്. ആൾക്ക് ചെറിയൊരു വാർക്ക വീടുണ്ട്. ഇനി ആളെ സംബന്ധിച്ച് ആ വീടിന് വാങ്ങേണ്ട ആവശ്യമില്ല. ആൾക്ക് നല്ലൊരു ഭവനം വാങ്ങേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ, 10 സെൻറ്റ് സ്ഥലം. പക്ഷേ ഇത് 20 സെൻറ്റ് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാലും ഭവനം അത്രയും അങ്ങോട്ട് പോരാ. എന്നാലും ചേട്ടനോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ വാങ്ങണം എന്ന് തീരുമാനമെടുത്തു എന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ആരോ എന്നോട് പറയുകയാണ് ഇവിടെ വന്ന് ഇത് വാങ്ങണം എന്ന്. അങ്ങനെ പൈസയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു സാമ്പത്തികമായി ബുദ്ധിമുട്ടാണ്, 2 പിള്ളേരെ പഠിപ്പിക്കണ തിരക്കും കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഞങ്ങൾക്കൊരു വഴിക്കും കൂടി വേണ്ടിയല്ലേ. ചേട്ടൻ ഇത് എത്രയും പെട്ടെന്ന് നടത്തി വഴി വാങ്ങണം എന്ന് തന്നെ ഞാൻ സ്ഥലം വാങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ വാങ്ങിയപ്പോൾ ഞങ്ങളുടെ പറമ്പിൽ അങ്ങനെ ഒരു വഴി ഉണ്ടോ എന്ന് പോലും അറിയില്ല. തേക്ക് ആഞ്ഞലി മരങ്ങളൊക്കെ ആയിട്ട് അവിടെ എങ്ങനെ നിങ്ങൾക്ക് വഴി തരുന്നു വരെ ആദ്യം ചോദിച്ചിട്ടുള്ള ആൾക്കാർ ഞങ്ങളോടുണ്ട്. കാരണം നിങ്ങൾക്ക് തരാൻ അവിടെ വഴി ഇല്ലല്ലോ. കാരണം വഴി സൈഡിൽ തന്നെ കിണർ, 2 കിണറാണ് ആ വീട്ടിലുള്ളത്. അതിൽ ഫ്രണ്ടിലൊരു കിണർ ബാക്കിലൊരു കിണർ. എന്തുകൊണ്ടും നിങ്ങൾക്ക് വഴി കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കട്ടായം പ്രാർത്ഥിച്ചു. മാതാവ് 3-ാം പൊക്കം തന്നെ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ എഗ്രിമെൻറ്റ് 10 ലക്ഷം രൂപ കൊടുത്ത് എഗ്രിമെൻറ്റ് നടത്തി ആ വഴി ആ സ്ഥലം ചേട്ടൻ വാങ്ങി അന്ന് തന്നെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു വഴി മാത്രം സൈഡിൽ കൂടെ തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ നീ എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടാ, നിനക്ക് ഇഷ്ടപ്പെട്ട പോലെ നീ ഈ വഴി എടുത്തോളോ എന്ന് പറഞ്ഞാൽ തേക്കും ആഞ്ഞിലിയൊക്കെ ഇപ്പം ഞങ്ങളുടെ മുറ്റത്ത് നിന്ന് ചവിട്ടുമ്പോൾ കയറാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾക്ക് വഴി തന്നോക്കണം മാതാവ്. ഒരാൾക്കും നടത്താൻ പറ്റാത്ത സംഭവം എൻ്റെ പരിശുദ്ധ അമ്മ ഇടപെട്ട് നടത്തിയതിന് 1000 നന്ദിയുണ്ട്. പിന്നെ എൻ്റെ മകൻ നഴ്സിംഗ് ഫസ്റ്റ് ഇയർ പരീക്ഷയിൽ 2 വിഷയത്തിന് മാർക്ക് കുറവായിരുന്നു. അന്നേരം അവൻ എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, നീ വിശ്വാസ പ്രമാണം അറിയുമോ ഞാൻ ചോദിച്ചു. അപ്പം അവൻ എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞു എനിക്കറിയാം അമ്മേ, എനിക്ക് 2 ഇതറിയുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു 2 വരി മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ, ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അതുവരെ എനിക്കറിയാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് മാത്രം മതി എന്നാ, നിനക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ നീ ജയിച്ചോളൂ എന്ന് പറഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ അവൻ എന്നോട് പറഞ്ഞു എൻ്റെ അമ്മ എന്നെ ഞെട്ടിച്ച് കളഞ്ഞല്ലോ, 4 വിഷയത്തിലും ഞാൻ ജയിച്ചേക്കാളും നല്ലൊരു മാർക്ക് തന്ന് പരിശുദ്ധ അമ്മേനെ വിശ്വസിപ്പിച്ചുല്ലോ എന്ന് പറഞ്ഞു. അതുപോലെ എൻ്റെ മക്കൾക്കായാലും വീട്ടിലായാലും ഉടമ്പടി തൈലം ഉപ്പ് എല്ലാ വക നിറച്ച വസ്തുക്കളും ഉപയോഗിച്ച് എല്ലാവർക്കും ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാനൊരു പാർലറിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അവരോടൊക്കെ ഞാൻ ഒരു ദിവസമെങ്കിലും എൻ്റെ പരിശുദ്ധ അമ്മേനെ കുറിച്ച് ഞാൻ പറയാണ്ടിരിക്കില്ല. എപ്പോഴും ഞാൻ സാക്ഷ്യം കേട്ട് വചനം എഴുതുന്ന കാണുമ്പോൾ എല്ലാവരും ചോദിക്കും ഞാൻ ഇത്രയും പ്രാർത്ഥിക്കണം എന്തുകൊണ്ട്. അപ്പോൾ പറയും ഇത് ഹിന്ദു ആണോ ചേച്ചി എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെ കളിയാക്കാറ്. കാരണം ഹിന്ദു പറയണ സംസാരമല്ലല്ലോ ചേച്ചി പറയണേന്ന് പറയും. കാരണം അതുപോലെ ഓരോ കാര്യത്തിലും ഒരേ വിഷം വെച്ച് ഞാൻ കരയണ സമയത്ത് എൻ്റെ അടുക്കളയിലായാലും ഞാൻ അച്ഛൻ്റെ ടോക്ക് കേട്ടാണ് രാവിലെ ഞാൻ ഉണർന്ന് വായും മുഖം കഴുകി ഞാൻ എൻ്റെ അടുക്കളയിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ അച്ഛൻ്റെ ടോക്ക് ഓരോ ദിവസവും ഞാൻ കേൾക്കും. ചിലപ്പോൾ എനിക്ക് സമയം ഉണ്ടാവില്ല. ഞാൻ ഓരോ പണികൾ ചെയ്യാൻ പുറത്തേക്ക് പോയാലും ഞാൻ വിചാരിക്കും വീടിനകത്തുള്ള പൈശാചി ശക്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറിപ്പോട്ടെ, ഞാൻ കേട്ടില്ലെങ്കിലും എൻ്റെ കുടുംബം രക്ഷപ്പെടട്ടെ എന്ന്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും എനിക്ക് പരിശുദ്ധ അമ്മ ഒത്തിരി പേരെ എനിക്ക് വിടാനായിട്ട് സാധിച്ചു. ഒത്തിരി പേരോട് ഈ അനുഭവങ്ങൾ പറയാനായിട്ട് സാധിച്ചു. രാവിലെ തന്നെ കടയിൽ ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് ത്രെഡ് ചെയ്യാൻ എന്തിനെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ അമ്മേനെ കുറിച്ച് പറയും. ഈ ലോക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും എങ്ങനെ പോയി, എന്തിനു പോയി, എവിടെ പോയി, എപ്പോൾ പോയി എന്നെല്ലാം വിശദീകരിച്ച് അറിഞ്ഞിട്ട് ഞാൻ എനിക്ക് കിട്ടിയ കൃപകൾ പറയും. എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് വീട്ടിലേക്ക് പോയി ആ നിമിഷം തൊട്ട് എൻ്റെ വീട് വരെ മാറി മറിഞ്ഞ രീതിയിലായി. ഞാൻ തൊടണത് പൊന്നാകുന്ന കേട്ടിട്ടുള്ള. ഞാൻ ഒരു പൂ ചോദിച്ചപ്പോൾ അമ്മ 1000 പൂ തന്ന് എന്നെ അനുഗ്രഹിച്ചതിന് എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി.
10 വർഷമായിട്ട് എൻ്റെ ഭവനത്തിൻ്റെ മെയിൻ്റനൻസ് നടക്കാണ്ടിരിക്കുകയായിരുന്നു. വഴിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടിയായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു വഴിയില്ലാണ്ട് എന്നാ ചെയ്യും, കാരണം ഒരു കട്ട ഇറക്കണമെങ്കിലും 10 പേരെ പണിക്ക് നിർത്തണം, ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് വിഷമിച്ചായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യം എനിക്ക് തന്നത്, ഞാൻ മുട്ടുകുത്തി നിൽക്കണ ഭാഗം ഞങ്ങൾക്ക് സിമൻറ്റ് തറയാണ്. അവിടെ ഞാൻ മുട്ടുകുത്തി നിൽക്കണ ഭാഗത്ത് മുഴുവൻ വട്ടത്തിൽ സിമൻറ്റ് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയും, വലിയ വീടൊന്നും ചോദിച്ചില്ലല്ലോ, ഈ മെയിൻ്റനൻസ് ഒരു വഴി തന്നാൽ എൻ്റെ കെട്ടിയൊന്നും അടുത്തുള്ളൂ, അത് നല്ല ഭംഗിയായിട്ട് ഒന്ന് തന്നൂടെന്ന്. പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ സിമൻറ്റും പശയും ടൈലും ഇരിക്കണ്. ഞാൻ എൻ്റെ ഭർത്താവിനെ കടയിലേക്ക് വിളിച്ച് ചോദിച്ചു, ഇത് ആരാ കൊണ്ടുവച്ച് നോക്കണത്, ആർക്ക് വേണ്ടിയിട്ടാണ്? അന്നേരം പറഞ്ഞു, ആ മുറി ഒന്ന് ടൈലിടാൻ വേണ്ടിയിട്ടാണ്. അത് ഒരാഴ്ചയുടെ ഉള്ളിൽ നടന്ന സംഭവമാണ്. അതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. പറയാൻ വിട്ടുപോയത്, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചേട്ടനൊരു യൂറിനറി ഇൻഫെക്ഷൻ വന്ന് മേലാണ്ടായി, ഹസ്ബൻഡിൻ്റെ ചേട്ടന്. അന്നേരം ഹോസ്പിറ്റലിൽ പോയപ്പോൾ സ്കാൻ ചെയ്ത് നോക്കി, ബാക്കി MRI എടുത്ത് നോക്കാൻ പറഞ്ഞു. അന്നേരം ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഇനി എന്നാ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ രാജഗിരിയെ കൊണ്ടുപോവാം അങ്ങനെ പറഞ്ഞിരുന്നു. കാരണം ആൾക്ക് ഒരു 7-8 മാസമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, വയറ് വീർത്തു മുട്ടുക. അപ്പം അങ്ങനെയുള്ള ദേഹാസ്വസ്ഥത മൂലം അങ്ങനെ വന്ന് പറഞ്ഞു. ഒരു ദിവസം ഞാൻ കടയിൽ നിന്ന് ചെല്ലുമ്പോൾ ചേട്ടൻ വീട്ടിലിരിക്കുകയാണ്. എന്നോട് പറഞ്ഞു, എന്നാ ചെയ്യണേ, ആകെ ഇപ്പം സ്ഥലവും വാങ്ങി എല്ലാം വാങ്ങി, പക്ഷേ എന്നാ ചെയ്യണ്ടേന്ന് എനിക്കറിയില്ല, അതുപോലെ ബുദ്ധിമുട്ട് നിഷ, ഇനി വല്ല ക്യാൻസർ എന്തെങ്കിലും ആവോന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉടമ്പടി ഉപ്പും കാര്യങ്ങളും എടുത്തു കൊടുത്തു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ വയറുമ്മ തൊട്ട് തന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ഞാനിത് കൊടുത്തത് ചേട്ടന്. പക്ഷേ ശനിയാഴ്ച ദിവസം ചേട്ടൻ തൂത്ത്, ഞായറാഴ്ച ചേട്ടന് കഠിനമായ വയറുവേദന വന്നു. ചേട്ടൻ വയറ് ഉഴിഞ്ഞ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി വന്ന് കിടന്നു. പിന്നെ 12:30 വീണ്ടും നല്ലൊരു വയറുവേദന വന്ന് ആൾ നോക്കി കഴിഞ്ഞപ്പോൾ കുപ്പിച്ചില്ല് വീണ പോലെ ചേട്ടന് മൂത്രത്തിക്കല്ല്. കാര്യം പരിശോധിച്ചു എന്ന് പറഞ്ഞാലും ഇത്രയും വലിയ കല്ല് ഉണ്ടെന്ന് അറിയില്ല. ആൾ പറയും, ഇന്നിപ്പോൾ എനിക്ക് 3 ദോശ തിന്നാൻ പറ്റി, വളരെ ബുദ്ധിമുട്ട് എൻ്റെ ശരീരത്തിലാണ് മാറിയെന്ന്. അതുപോലെ ഒത്തിരി അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. കർത്താവിനെ കാത്തിരിക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക, ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും. 40 വർഷമായിട്ട് വഴിയില്ലാത്ത അവസ്ഥയിൽ എങ്ങനെയാണ് കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഈ മകൾ തന്നെ പറഞ്ഞു, സത്യദൈവമായ പരിശുദ്ധ മാതാവും ഈശോയും അവരെ വിളിച്ച് അപേക്ഷിക്കുക എന്നാണ് തൻ്റെ വീട്ടുകാരോട് പോലും ഓരോ കാര്യത്തിന് പറയുന്നത്. അങ്ങനെ നാം കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഈ മകൾക്ക് പിന്നീട് ജീവിതത്തിൽ കിട്ടുന്നത് 40 വർഷമായിട്ട് കിട്ടാതിരുന്ന വഴിയാണ്. അതിനൊക്കെ ഓരോ മാർഗങ്ങൾ ദൈവം തുറന്നു കൊടുക്കുകയാണ്. എങ്ങനെയാണ് ആ വഴി കിട്ടുന്നത്, അതിന് ഏത് രീതിയിലാണ് അമ്മ ഇടപെടുന്നത്, അതൊക്കെ നാം കേട്ടു. അങ്ങനെ ഈ മകളുടെ കുടുംബത്തിലേക്ക് അമ്മ വഴി ചൊരിയുന്ന കൃപകൾ, ഈ മകൾ താൻ പോകുന്ന ഷോപ്പിൽ അവിടെയൊക്കെ എല്ലാവരോടും പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നത്, അമ്മയെക്കുറിച്ച് പറയാത്ത ഒരു ദിവസം പോലും ഈ മകളുടെ ജീവിതത്തിൽ ഇല്ലെന്നാണ് പറയുക. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപയെന്നാണ് പറയുന്നത്. ഒരു അക്രൈസ്തവ സഹോദരിയാണ്. എന്നാൽ തൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഈശോയെയും അമ്മയെയും അറിഞ്ഞത് മുതൽ ഈ മകൾ എന്തുമാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. തൻ്റെ ജീവിതം ഓരോ ദിവസവും ആരംഭിക്കുന്നത് തന്നെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ കേട്ടുകൊണ്ടാണ്, സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടാണ്. അത്രയേറെ തീഷ്ണതയോടെ ഈ മകൾ പ്രവർത്തിക്കുമ്പോൾ ഈ മകൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെയൊക്കെ ജീവിതത്തിൽ ഒരു മകനെ കാണാതായിട്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നു. എങ്ങനെ ആ ഡേറ്റിൽ തന്നെ ആ മകനെ കണ്ടുകിട്ടാൻ സാധിച്ചു എന്ന് നാം കേട്ടു. അതുപോലെ 10 വർഷമായിട്ട് മെയിൻ്റനൻസ് വർക്ക് ഒന്നും ഇല്ലാതിരുന്ന ഇവരുടെ ഭവനം, അതെങ്ങനെയാണ് പിന്നീട് പണികൾ ഓരോന്നായി നടക്കുന്നത് എന്നുള്ളത് നാം കേട്ടു. അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്ന ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ സൗഖ്യ അനുഭവം ഉടമ്പടി തൈലത്തിലൂടെയൊക്കെ എങ്ങനെയാണ് ആ സൗഖ്യം കിട്ടിയതെന്നാണ് നമുക്ക് മനസ്സിലാവുക. നമുക്ക് ഈശോയ്ക്ക് ആരെന്നില്ല, ആര് വിളിച്ചപേക്ഷിച്ചാലും അവർ തന്നിൽ വിശ്വസിക്കുന്നവരാണ്, തന്നെ ആത്മാർത്ഥമായി അന്വേഷിക്കുന്നവരാണ് എന്നുള്ളത് കർത്താവിന് ബോധ്യപ്പെടണം. അങ്ങനെ ബോധ്യപ്പെട്ടാൽ തീർച്ചയായും ജീവിതത്തിലേക്ക് ഒത്തിരിയേറെ കൃപകളാണ് വർഷിക്കപ്പെടുക. കർത്താവിനെ കാത്തിരിക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക,
ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കുമെന്നാണ് പറയുക. 40 വർഷമായിട്ട് കിട്ടാതിരുന്ന വഴി കൊടുത്ത് തമ്പുരാൻ ഈ മക്കളെ ഓർക്കുകയാണ്. നമുക്കും കരങ്ങളടിച്ച് ദൈവതൃക്കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.